നൗഷ റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാവക്ക കൊണ്ട് കയ്പില്ലാതെ നല്ലൊരു പാവക്ക റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി 2 പാവക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി നുറുക്കിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ പാവക്ക ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് കുരുവൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ കുരു അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കുരു കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പം മൊത്തമായിട്ടും കട്ട് ചെയ്തെടുത്തു. ഇതുണ്ടോ, ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ 2 വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലാണ് പാവക്ക റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടു കീറിയിട്ട് കൊടുക്കാം. ഇനി ഒരു 8 വെളുത്തുള്ളിയോളം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവാള നൈസാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പാവക്ക ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാവക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു രൂപമായിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി പാർന്നു കൊടുക്കാം. നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം പാർന്നു കൊടുക്കാം. അപ്പോൾ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാവക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാലേ ഒരുപാട് കയ്പ്പ് കുറഞ്ഞ് കിട്ടും കേട്ടോ പാവക്ക. അപ്പോൾ ഈ കയ്പ്പ് കാരണം ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ കയ്പ്പ് ഒട്ടും ഉണ്ടാവില്ല എന്ന് പറയണില്ല. കയ്പ്പക്കയുടെ ഒരു കയ്പ്പ് ഉണ്ടാവും. അത് രസമുള്ളൊരു കയ്പ്പാണല്ലോ. അപ്പോൾ ആ കയ്പ്പ് ഉണ്ടാവും. അല്ലാതെ നല്ല കുത്തലുള്ള കയ്പ്പ് ഉണ്ടാവില്ല. അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ എല്ലാവരും കയ്പ്പൊക്കെ ഇനി കിട്ടുമ്പോൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു.
ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് പറ്റ ഡ്രൈ ആയി പോരുത്, ചെറിയൊരു കൊഴുപ്പ് വേണം. എളുപ്പം വറ്റി കിട്ടും കേട്ടോ. ഈ പുളി പാർന്നുകൊണ്ട് പുളിയുടെ വെള്ളമാകുമ്പോൾ എളുപ്പം വറ്റി കിട്ടും. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം, പറ്റ വറ്റി പോരുത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒരു പാകത്തെ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ കയ്പ കൊണ്ടുള്ള അടിപൊളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം. അതേപോലെ ഇത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ കയ്പൊക്കെ കിട്ടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ചോറുണ്ടെങ്കിൽ ഈ ഒരു റോസ്റ്റ് മാത്രം മതി കേട്ടോ. പാവക്ക റോസ്റ്റ് മാത്രം മതി ചോറുണ്ടാൻ. എന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.